അപ്പോൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോവാം. പാരമ്പര്യ രീതികളിൽ ചിത്രരചന അഭ്യസിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്കിലും കൊച്ചിയിലെ പല ക്ഷേത്രങ്ങളിലും ചുവർ ചിത്രങ്ങൾ വരച്ച ശ്രദ്ധേയനായ കലാകാരനാണ് സജീഷ് പൂണിത്ര. ഏകാഗ്രതയും കഠിനാധ്വാനവും ഏറെ വേണ്ടുന്ന ചുവർ ചിത്രരചന രംഗത്ത് സജീഷിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്. സൂക്ഷ്മതയും ഏകാഗ്രതയും ഏറെ വേണ്ടുന്ന മേഖലയാണ് ചുവർചിത്ര രചന. ആ മേഖലയിലാണ് പാരമ്പര്യ രീതിയിലുള്ള ഒരു പഠനവും നടത്താതെ സജീഷ് എന്ന യുവ കലാകാരൻ ശ്രദ്ധേയനാകുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ചുവർചിത്രങ്ങൾ കണ്ട ശേഷമാണ് സജീഷിന് ചുവർചിത്ര രചനയിൽ താല്പര്യം ആരംഭിച്ചത്. നിരവധി ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇതിനകം തന്നെ സജീഷിന്റെ സർഗവൈഭവം ഭിത്തിയിലേക്ക് ചാലിച്ചു കഴിഞ്ഞു. ഒരു ബിസിയുള്ള ഒരു കലാകാരനാണ് പുള്ളി. പക്ഷെ പുള്ളിനെ ആർക്കും അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല, ഫേമസ് ആക്കിയിട്ടില്ല. വർക്കൊക്കെ ഗംഭീരമാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു കലാകാരനെ 24 കൂടെ പുറലോകം അറിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സജീഷിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായതോടെ നിരവധി പേരാണ് ഈ ചെറുപ്പക്കാരനെ തേടിയെത്തിയത്. സൗഹൃദ കൂട്ടായ്മകളിലൂടെയാണ് സജീഷിന്റെ ചിത്രങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിയത്. നിലവിൽ കാക്കനാടാണ് സജീഷ് ജോലി ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ഞാനിങ്ങനെ മ്യൂറൽ ചിത്രം കണ്ട്, അപ്പം അങ്ങനെ ഒരു ഇഷ്ടത്തോടെ ഞാൻ വരക്കാൻ തുടങ്ങിയതാണ്. കൂടുതലും മ്യൂറലാണ് വരക്കുന്നത്. എല്ലാ ബേസിക്കലി ഞാൻ ചെയ്യുന്നതാണ്. വാട്ടർ കളറും അല്ലാത്തതും ചിത്രങ്ങൾ തന്നത് പോർട്രേറ്റ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. വരകളിലെ സൗകുമാര്യം കൂടുതൽ ആസ്വാദകരിലേക്ക് എത്തിയതോടെ സജീഷ് എന്ന കലാകാരനെ തേടി കൂടുതൽ അവസരങ്ങളും എത്തുന്നുണ്ട്. ശാസ്ത്രീയമായി ചിത്രരചന പഠിക്കാത്ത സജീഷ് വരയ്ക്കുന്ന ചിത്രങ്ങളുടെ മികവ് കണ്ടറിഞ്ഞ നിരവധി പേരാണ് സജീഷിന്റെ അടുത്തേക്ക് എത്തുന്നത്. ചുവർ ചിത്രരചന രംഗത്തും കൊച്ചിയിൽ ശ്രദ്ധേയനായ കലാകാരനായി മാറുകയാണ് പൂണിത്തറ സ്വദേശി സജീഷ്. VS രാഹുലിനൊപ്പം S ശ്യാംകുമാർ, 24 കൊച്ചി. രജനി, ചുവർ ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാം എത്രത്തോളം ഇൻട്രിക്കേറ്റ് ആണ്. വളരെ ബുദ്ധിമുട്ടാണ് അതിങ്ങനെ വരയ്ക്കാൻ. ഒരുപാട് സമയം, ക്ഷമ വേണം.